നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അൽ ഹിലാലിലെ അവരെന്നോട് കള്ളം പറഞ്ഞു. ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി മോശമാണെന്നവർ ആരോപണം നടത്തി. പറയുന്നത് ജാവോ കാൻസെലോയാണ്. FC ബാഴ്സലോണക്കൊപ്പം ലാലിഗ കിരീടം ചൂടിയതിനു ശേഷം ഡേയ്സിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ താരം ബാഴ്സലോണക്കൊപ്പം തൻ്റെ ആദ്യ കിരീടമാണിവിടെ സ്വന്തമാക്കിയിട്ടുള്ളത്. ലാലിഗ കിരീടം 2025-26 അൽ ഹിലാലിൽ അദ്ദേഹം കളിച്ചിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ FC ബാഴ്സലോണയിലേക്ക് എത്തിയത്. നേരത്തെ അദ്ദേഹം ബാഴ്സലോണയിൽ 2023-24 സീസണിൽ ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2024 അൽ ഹിലാലിലേക്ക് പോയി. അതിനുശേഷം 2026 തുടക്കത്തിൽ ബാഴ്സലോണയിലേക്ക് വരികയായിരുന്നു. എന്തായാലും പോർച്ചുഗീസ് സൂപ്പർ താരം ചില കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഇൻ അൽ ഹിലാൽ അവരെന്നോട് കള്ളം പറഞ്ഞു, സത്യമല്ല പറഞ്ഞിരുന്നത്. അവരെന്നോട് പറഞ്ഞത് എന്നെ ലീഗ് മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്യുമെന്നാണ്. ദെൻ ഞാൻ ആ സത്യം മനസ്സിലാക്കി, എന്നെ അവർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കതിൽ വലിയ വിഷമം ഉണ്ടായിരുന്നു. അതിലെന്താണ് കാര്യമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല. ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി വളരെ മോശമാണ് എന്നവർ അക്യൂസ് ചെയ്തു. ഐ ആം അക്യൂസ്ഡ് ഓഫ് ഹാവിങ് എ ബാഡ് പേഴ്സണാലിറ്റി. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ പ്രോമിസുകൾ അത് കൃത്യമായിട്ട് ചെയ്ത് എൻ്റെ വാക്കുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നയാളാണ്. ഇവിടെ ബാഴ്സലോണയിൽ ഞാൻ ഹാപ്പിയാണ്, സംതൃപ്തനാണ് എന്നുകൂടി ഇപ്പോൾ ജാവോ കാൻസെലോ പറയുന്നുണ്ട്. എന്തായാലും ജാവോ കാൻസെലോയുടെ ഒരു പ്രകടനം ബാഴ്സലോണക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വേൾഡ് കപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പോർച്ചുഗലിൻ്റെ വിവിധ ഏജ് ഗ്രൂപ്പ് ടീമുകൾക്കൊക്കെ കളിച്ച ആളാണ്. Under-16, Under-17, Under-18, Under-19, Under-20, Under-21 ഒക്കെ കളിച്ചിട്ട് പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടിയിട്ട് 66 അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പോർച്ചുഗലിനൊപ്പം 2018-19 സീസണിൽ യുവേഫ നേഷൻസ് ലീഗിൽ മുത്തമിട്ട ഒരു താരം കൂടിയാണ് അദ്ദേഹം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.